ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്നാൽ നിങ്ങൾ ഞെട്ടാൻ പോകുന്നൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊരു വലിയ പാടമാണ്. അതുപോലെ ആൾക്കാരൊന്നും കാണുന്നില്ല. ഇതാ നമുക്ക് ഒരു വലിയ സൂര്യകാന്തി പാടം. ഇത് തെങ്കാശിയിലോ ചെങ്കോട്ടയിലോ ഒന്നുമല്ല, ഇത് നമ്മുടെ സ്വന്തം എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ ഗൈസ്, സൂര്യകാന്തിയുടെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കാമെന്നുള്ള എൻ്റെ മോഹമൊക്കെ പോയി. കാരണം സൂര്യകാന്തി ചെടികളെല്ലാം വാടിക്കരിഞ്ഞ് നിൽക്കുന്നതാണ്. സോ ഇത് കണ്ടനാടുള്ള സ്ഥലമാണ്. കണ്ടനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് തന്നെ തൃപ്പൂണിത്തറയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വലിയ സൂര്യകാന്തി പാടമുണ്ട്. എൻ്റെ പിൻഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വേറൊരു വലിയൊരു വയലിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറേ കൃഷികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 20 റുപ്പീസാണ്. ഇപ്പോൾ എന്തോ സൂര്യകാന്തി മൊത്തം വാടിക്കരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് റൈറ്റ് ടൈം അല്ല വിസിറ്റിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സോ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീസൺ ടൈമിൽ വരാം, കാണാം, എൻജോയ് ചെയ്യുക, നടുക്ക് നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വരാം കേട്ടോ. സോ ആദ്യമായിട്ടാണ് ഒരു സ്ഥലം കാണിക്കാൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ ഒരു അവസ്ഥ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചമ്മി പോയി. അപ്പോൾ സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് സൺഫ്ലവർ നമുക്ക് കാണാൻ പറ്റാഞ്ഞ്. അപ്പോൾ സൂര്യകാന്തി പാടം കാണാൻ വന്നിട്ട് നോർമലൊരു പാടം കണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യണം മുന്നേ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് എൻക്വയറി എടുത്തിട്ട് വിസിറ്റ് ചെയ്യണമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പെട്ടുപോകും. അപ്പോൾ ഓക്കെ, ഇവിടെ വരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോട്ടെ.